ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു വെറൈറ്റി സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാട്ടോ ഇത്. ചിക്കനോ ബീഫോ ഒന്നും വേണ്ട. നമ്മൾ ഇന്ന് ഫലാഫിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന കുഞ്ഞൻ ഷവർമയാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നല്ല എളുപ്പത്തിൽ ചെയ്യാം, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോട്ടോ. ആദ്യം കുബൂസിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.25 കപ്പോളം ഇളം ചൂടുള്ള പാല് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ ചേർത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. മൈദ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മൈദ വെച്ചിട്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവാം. മൈദ ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് ഇതിലേക്ക് എത്രത്തോളം മൈദ വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. പിന്നെ നമ്മളിത് 1 മണിക്കൂറോളം അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഫലാഫിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളക്കടല ഉണ്ടല്ലോ, അതൊരു 5-6 മണിക്കൂർ കുതിർത്തിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂണോളം ക്യുമിൻ സീഡ്സും, പിന്നെ ഒരു പിടി മല്ലിയില, ഒരു 5 പച്ചമുളകും, ഒരു ചെറിയ നാരങ്ങ, ഇതിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കടല മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കണം. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഒരു ബ്രെഡ് ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി കേട്ടോ, അത് പൊടിയുമ്പോൾ അങ്ങ് പൊടിഞ്ഞോളും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് നമ്മൾ പരിപ്പുവടക്കൊക്കെ അരച്ചെടുക്കുന്നില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരക്കൂല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കിയിട്ട് ഫലാഫിലായി ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഓരോ ഫലാഫിൽ ബോൾസും നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ടു ലോയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. പിന്നെ കറക്റ്റ് ബോളൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇത് പൊടിക്കും, അപ്പം കറക്റ്റ് ഷേപ്പൊന്നും ആയി കിട്ടണം എന്നില്ല. അപ്പം ഒരു ഭാഗം റെഡി ആയിട്ട് കിട്ടുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇങ്ങനെ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂലേക്കോ ഒരു സ്ട്രെയിനറിലേക്കോ മാറ്റാം. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ എത്രത്തോളം ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഫലാഫിൽ ഉണ്ടാക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ഫില്ല് ചെയ്യുന്ന കാര്യം. അപ്പോൾ അടുത്ത ബാച്ചും റെഡിയാക്കി എടുക്കുന്നുണ്ട്. മയോണീസ് ഇല്ലാണ്ട് എന്ത് ഷവർമയല്ലേ. ഇനി നമുക്ക് മയോണീസാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു മിക്സിയുടെ ജാറിൽ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു മുട്ട വെച്ചിട്ടുള്ളതായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്തിട്ട് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഓയിൽ വേണം. ഒരു 1/4 to 1/2 കപ്പിൻ്റെ അടുത്ത് ഓയിൽ ആവശ്യം വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് വരുന്നവരെ കിട്ടണം. ഇത് കുറച്ച് ലൂസാണ്, അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം നമ്മുടെ മയോണീസിന്. മയോണീസ് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇതിൽ സ്പീഡാക്കിയിട്ടൊന്ന് കാണിച്ചത്. അപ്പോൾ മയോണീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം ക്യാബേജ് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, ഒരു കുക്കുംബർ, കുറച്ച് മല്ലിയില, ഒരു ചെറിയ ക്യാപ്സിക്കം, പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ജ്യൂസും കൂടി വേണം. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല ഇതിൽ ക്യാരറ്റ് ചേർക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാം. എടുത്തു വെച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നാരങ്ങയൊക്കെ നിങ്ങളുടെ പുളി നോക്കിയിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം. എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫലാഫിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫലാഫിൽ. ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ 2 പീസാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ചെറിയ പീസൊന്നും ആക്കേണ്ട, 2 പീസാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിയും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് 12ഓളം ഫലാഫിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണീസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 3/4 ഭാഗത്തോളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്തും ആവശ്യമുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക.
പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് ഷവർമയിലൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും ഈ ഇത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പം ചേർത്തിട്ടില്ല, അത് നിങ്ങളുടെ താല്പര്യം പോലെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ മയണീസൊക്കെ ചേർത്തുകൊണ്ട് ഉപ്പ് ഉണ്ടാവും. പിന്നെ ഫലാഫലൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, 2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്നൊരു ചെറിയൊരു ബോൾ എടുക്കാം, പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിൽ. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കണം. നല്ല കട്ടിയിലൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ഇതിൽ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് പൂരിക്കൊക്കെ പരത്തുന്ന ആ രീതിയിൽ അങ്ങ് പരത്തിയെടുത്താൽ മതി. കുറച്ച് പൊടിയൊക്കെ വിതറിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം എല്ലാം ഒരേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കട്ടർ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു ബൗൾ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, എല്ലാം ഒരേ ഷേപ്പ് അങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ലൊരു ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പരത്തിയെടുത്താൽ മതി. അങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. നമ്മൾ ഫലാഫിൽ ഫ്രൈ ചെയ്ത അതേ സെയിം ഓയിലിട്ടിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. ഇതിൽ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചൂടുള്ള എണ്ണ ആക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല പൊങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് കുക്കായതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കുക്കാക്കിയിട്ട് എടുക്കുക. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മറ്റേ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് കുബൂസ് പോലെ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത്, നന്നായിട്ട് പൊങ്ങി വരും. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പൂരി ഒട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യില്ല. നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലൊരു പോക്കറ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫില്ലിങ് വെക്കാനുള്ള നല്ലൊരു പോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മയണീസ് ആക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കെച്ചപ്പ് ആക്കാം, ഞാൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതാ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കിച്ചത് രണ്ടായിട്ട് കട്ട് ചെയ്യുക. അതൊന്ന് പോക്കറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുക, മയണൈസ് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഫലാഫൽ ഷവർമ ടേസ്റ്റ് ഇല്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമ തന്നെയാണ് കേട്ടത്. എപ്പോഴും നമ്മൾ ചിക്കൻ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികൾക്ക് വരെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും